മഴ കനത്തതോടെ വയനാട്ടിൽ ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നിട്ടുണ്ട്. നെന്മേനി പാമ്പുങ്കുനി ഉന്നതിയിലെ 3 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. കല്ലൂർപ്പുഴ കരകവിഞ്ഞതോടെ മുത്തങ്ങ മന്മഥമൂല റോഡിൽ വെള്ളം കയറിയിട്ടുണ്ട്. അതുപോലെ തന്നെ കൽപ്പറ്റ ജില്ലാ പോലീസ് ഓഫീസ് ജംഗ്ഷനിൽ മരം വീണ ഗതാഗതവും തടസ്സപ്പെട്ടിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി എം കമൽ ചേരുന്നുണ്ട്. കമൽ, വയനാട്ടിൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്താണ്? മഴ എത്രത്തോളം ഉണ്ട്? ഇപ്പോഴത്തെ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട് എന്നുള്ള വിവരവുമാണ് വരുന്നത്. ഇപ്പോഴും മഴ തുടരുകയാണോ കമൽ? ജയലക്ഷ്മി, ശക്തമായ മഴ തുടരുകയാണ്. ഞാനിപ്പോഴുള്ളത് തിരുനെല്ലി മേഖലയിലാണ്, അപ്പപ്പാറ മേഖലയിലാണ്. കൂടുതൽ മഴക്കെടുതികൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് സുൽത്താൻ ബത്തേരി പ്രദേശത്ത് നിന്നാണ്. ഇന്നലെ തന്നെ നെന്മേനി പഞ്ചായത്തിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിരുന്നു. അതിനു പുറമെ ഇന്ന് രാവിലെ 7 കുടുംബങ്ങളെ കൂടി മുത്തങ്ങ ഭാഗത്ത് നിന്ന് മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. കല്ലൂർ പുഴ കരകവിഞ്ഞതാണ് മുത്തങ്ങ മേഖലയിൽ വലിയ കെടുതികൾക്ക് കാരണമായിട്ടുള്ളത്. പുഴ കരകവിഞ്ഞ നിരവധി പട്ടികവർഗ ഉന്നതികളിൽ വെള്ളം കയറിയിട്ടുണ്ട്. അങ്ങനെയാണ് ക്യാമ്പുകളിലേക്ക് ആളുകളെ മാറ്റേണ്ടി വന്നത്. മുത്തങ്ങയിൽ നിന്ന് മുത്തങ്ങ പഴയ സെയിൽസ് ടാക്സ് ചെക്ക് പോസ്റ്റിന് സമീപത്ത് നിന്ന് മന്മഥൻ മൂലയിലേക്ക് പോകുന്ന റോഡിൽ വെള്ളം കയറി. കല്ലൂർ പുഴയിൽ നിന്ന് ആ ഭാഗത്ത് കുറെ ഉന്നതികൾ ഒറ്റപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം പല സ്ഥലത്തും ഈ മരം വീണുള്ള ഗതാഗത തടസ്സം തുടരുന്നുണ്ട്. കൽപ്പറ്റ നഗരത്തിൽ ജില്ലാ പോലീസ് മേധാവിയുടെ കാര്യാലയത്തിലേക്ക് തിരിയുന്ന ജംഗ്ഷനിൽ വലിയൊരു ആൽമരം പൊട്ടി വീണ ദേശീയപാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ്. പക്ഷേ ബൈപ്പാസ് റോഡ് തൊട്ടടുത്ത് കാണിക്കാമോ കമൽ? വയനാട് ശക്തമായ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. കമൽ, തുടരാം. ജയലക്ഷ്മി, ഞാനിപ്പോഴുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ തിരുനെല്ലി മേഖലയിലാണ്, അപ്പപ്പാറ എന്ന സ്ഥലത്താണ്. ഇവിടെ വനമേഖലയാണ് കൂടുതലും. ഇവിടെ കനത്ത മഴയാണ് ഇപ്പോൾ പെയ്തുകൊണ്ട് ഇരിക്കുന്നത്. ഗതാഗത തടസ്സത്തിൻ്റെ കാര്യമായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. കൽപ്പറ്റ നഗരത്തിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ബൈപ്പാസ് റോഡ് വഴി വാഹനങ്ങൾ കടത്തിവിട്ടതുകൊണ്ട് തന്നെ യാത്രയ്ക്ക് തടസ്സം നേരിട്ടിട്ടില്ല. ജില്ലയിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കളക്ടർ ഇന്ന് അവധി നൽകിയിട്ടുണ്ട്. വെക്കേഷൻ കാലമാണെങ്കിൽ കൂടി അംഗനവാടികൾ, മദ്രസകൾ, ട്യൂഷൻ സെന്ററുകൾ തുടങ്ങിയവയ്ക്കൊക്കെ അവധി നൽകിയിരിക്കുകയാണ്. ജില്ലയിൽ അതിശക്തമായ മഴയാണ് പെയ്യുന്നത്. തിരുനെല്ലി അപ്പപ്പാറ സ്ഥലത്താണ് ഇപ്പോൾ കമൽ ഉണ്ടായിരുന്നത്. പ്രദേശത്ത് ആളുകൾക്കൊക്കെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിവിധ ഉന്നതികളിൽ മറ്റും വെള്ളം കയറിയിട്ടുണ്ട്. എന്തായാലും ശക്തമായ മഴ തുടരുന്ന സാഹചര്യമാണ് വയനാട്ടിലുള്ളത്. കമലാണ് റിപ്പോർട്ട് ചെയ്തത്.